അങ്ങ് ഭേദമായിട്ട് ഞാൻ ഉപയോഗിച്ച റോസ് വാട്ടർ. ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്. എനിക്ക് കുറച്ച് മുന്നേ ആയിട്ട് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ദിവസം ഓഫീസിൽ പോയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ തലേ ദിവസം നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ നമുക്കൊരു തലവേദനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണല്ലോ, എനിക്ക് മൈഗ്രെയിനും കൂടിയുണ്ട്, അങ്ങനെയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ദേഹത്ത് ഈ കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട്, പിന്നെ ഈ ചെവിയുടെ ഇവിടെ ആയിട്ടൊക്കെ ചെറിയ ചെറിയ ഒരു ബബിൾ പോലെ. പക്ഷേ എൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങനെ ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ചിക്കൻ ബോക്സുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വെച്ചത് എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ചിക്കൻ ബോക്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ 2 ദിവസം മുമ്പേ എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ നമുക്ക് ഒരു തലവേദനയും ബോഡി പെയിനും ഒക്കെ ഉണ്ടാവും ഈ ചിക്കൻ ബോക്സ് വരുന്നതിന് മുന്നേ ആയിട്ട്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, എല്ലാ തലവേദനയും ഇതിനാണെന്നുള്ളത് അറിയത്തില്ലല്ലോ. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ തന്നെ നിന്നു. ഒരു 2 വീക്സ് ആണല്ലോ ഇതിന് പറയുന്നത്. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇത് കൂടി വന്നു ദേഹത്തെല്ലാം, മുഖത്തെല്ലാമായി. ഞാനതിൻ്റെ ഫോട്ടോസ് ഞാനിതിൽ കാണിച്ചു തരാം. ഇനി ചിക്കൻ ബോക്സ് വന്നപ്പോഴത്തേക്ക് മുഖത്ത് വന്ന പാടുകളൊക്കെ ഞാനിത് കാണിച്ചു തരാം. അതായത് നിറയെ അങ്ങ് ബലൂൺ കണക്ക്, ഇങ്ങനെ വീർത്ത കണക്ക്, അതായത് വെള്ളം കൊണ്ട് നിറഞ്ഞ കണക്ക് എന്ന് വെച്ചാൽ നമുക്ക് എവിടെ ആണോ വായ്ക്കകത്ത്, തൊണ്ടയിൽ, ചെവിക്കകത്ത് എന്ന് വേണ്ട, ബോഡി ഫുള്ള് നമുക്കതിൻ്റെ കുരുക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടക്കാൻ പറ്റത്തില്ല, ചെരിയാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് കഞ്ഞിയാണ് ഞാൻ എല്ലാ ദിവസവും കുടിച്ചത്. ലൈറ്റ് ഫുഡാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ കഴിച്ചതാണ് കഞ്ഞിയാണ്. ഞാനൊരു 2 നേരവും കഞ്ഞിയാണ് കഴിച്ചത്. 3 നേരത്തെ ഫുഡില്ലായിരുന്നു, 2 നേരത്തെ ഫുഡാണ്. എന്ന് വെച്ചാൽ നമുക്ക് തൊണ്ടയൊക്കെ ഇതാവുമ്പോഴത്തേക്ക് കഴിക്കാനൊന്നും തോന്നത്തില്ല. അപ്പോൾ 2 നേരത്തെ ഫുഡാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇടയ്ക്ക് നമുക്ക് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കാം. വെള്ളവും നന്നായിട്ട് ഞാൻ കുടിച്ചു. പിന്നെ കുളിക്കുന്നത് ഞാൻ ആദ്യത്തെ ഒരു 3 ദിവസം കുളിച്ചില്ല. പക്ഷെ ഇത് വന്നാൽ എനിക്കറിയില്ല, എല്ലാവരും പറയും ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിക്കാനുള്ളത്. ഞാൻ 3 ദിവസം കുളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ചു. പക്ഷെ കുളിക്കുമ്പോഴത്തേക്കെല്ലാം നമ്മളെ ഈ ബോഡിയിൽ വന്ന സാധനങ്ങളിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കുളിച്ചു. അതിന് കുറച്ചൊന്ന് ഭേദമായിട്ട് ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യവേപ്പിലയുടെ പൊടിയുണ്ടല്ലോ, ഈ ആര്യവേപ്പിലയുടെ പൊടി ഇത്തിരി ലൂസായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബോഡിയിൽ ഇങ്ങനെ പുരട്ടിയിട്ട് അങ്ങ് കുളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ആര്യവേപ്പില ഉള്ളവർക്കാണെങ്കിൽ അതിട്ടിട്ട് ബെഡിലൊക്കെ കിടക്കാം. എനിക്കപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ വേപ്പില കൊണ്ടുവന്നു, അത് ആണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ ഇത് ശരിക്കും നല്ല എഫക്റ്റാണ് കേട്ടോ. ചൊറിച്ചിലൊന്നും കൂടുതലുണ്ടാവത്തില്ല. ഈ ആര്യവേപ്പിൻ്റെ പൊടി ഒന്ന് ലൂസായിട്ട്, കട്ടിക്കല്ല, ലൂസായിട്ട് കലക്കിയിട്ട് നമ്മൾ ദേഹത്തൊക്കെ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാമിൻ്റെ ലോഷൻ നല്ല എഫക്റ്റാണ് സാധനം. കലാമിൻ്റെ ലോഷനും ഇത് പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ്, പാൻഡയോ പാരസെറ്റമോളോ അങ്ങനെയുള്ള പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഒരു ദിവസം 2 എണ്ണം വെച്ച് എടുത്തു. എന്ന് വെച്ചാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ തലവേദനയൊന്നും പോകത്തില്ല. നല്ല പെയിനാണ്, അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. നല്ല പെയിനാണ്. അപ്പോൾ ഞാൻ ദിവസം 2 ടാബ്ലറ്റ് വെച്ച് 4 ദിവസം ഞാനത് കണ്ടിന്യൂസ് എടുത്തപ്പം ഈ തലവേദനയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം എനിക്കങ്ങ് കുറഞ്ഞു. പിന്നെ നമുക്കിത് ദേഹത്ത് മുഴുവൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇല്ല. പിന്നെ നമ്മുടെ മൈൻഡും ഇതിനോട് അങ്ങ് പൊരുത്തപ്പെട്ടാണ് പോകുന്നത്. അപ്പം നമുക്കറിയാം ചിക്കൻ ബോക്സ് ആണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ ഒരു 1 വീക്ക് ആകുമ്പോഴത്തേക്ക്, 1 വീക്ക് വേണ്ട, ഒരു 5-6 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ പിന്നെ ഇതങ്ങോട്ട് ചെറുതായിട്ട് പൊട്ടി അതങ്ങ് കരിഞ്ഞു തുടങ്ങും. ചിലത് അങ്ങനെ നിന്ന് കരിഞ്ഞു തുടങ്ങും. ചിലത് പൊട്ടി നമുക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എനിക്കങ്ങനെ പൊട്ടി അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സംഭവങ്ങളൊക്കെയാണ് ചെയ്തത്. ഈ കലാമിൻ ലോഷൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ഞാൻ 3-4 പ്രാവശ്യമോ കലാമിൻ ലോഷൻ പുരട്ടും. കലാമിൻ പല ടൈപ്പ് ലോഷനുണ്ട്. ഞാൻ ഈ കലാമിൻ ലോഷനാണ് പുരട്ടിയത്. അപ്പോൾ ഇത് പിന്നെ വേറെ ഒരു കലാമിൻ ലോഷൻ ഇവിടെ കിട്ടുന്നുണ്ട്, അതിൻ്റെ ബോട്ടിൽ എൻ്റെ ഇപ്പം ഇല്ല. ആ ലോഷനും പുരട്ടിയിരുന്നു. അതിന് ശേഷം നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഈ രാസനാദി ചൂർണ്ണം ഉണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ചിക്കൻ ബോക്സ് എല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം, ഈ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം, 2 ആഴ്ച വെച്ച് കഴിഞ്ഞാൽ ഒരു 10-13 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കങ്ങ് എല്ലാം കരിഞ്ഞു തുടങ്ങി. അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ചന്ദനത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ, രക്തചന്ദനത്തിൻ്റെ ചൂർണ്ണ, അതായത് ഈ പൗഡർ, രക്തചന്ദനത്തിൻ്റെ പൗഡർ, ഈ പൗഡറും റോസ് വാട്ടർ, അതായത് ഇത് പ്രീമിയം റോസ് വാട്ടറാണ് ഇത്. അതിന് നമ്മൾ ഈ ഒരു ഇതിലോട്ട് ബോട്ടിലിലോട്ട് ഫില്ല് ചെയ്തിട്ട് ആണ് ചെയ്തത്. ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഇതൊരു പാത്രത്തിലെടുത്ത് ഇതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ്, ഫേസൊക്കെ ആണല്ലോ എപ്പോഴും എല്ലാവരും കാണുന്നത്, അപ്പം ഇങ്ങനെ ഫേസിലൊക്കെ ഇട്ടു. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ഒരു മാസം അങ്ങ് കണ്ടിന്യൂസ് ചെയ്തു. ഈ രക്തചന്ദനത്തിൻ്റെ പൗഡറും റോസ് വാട്ടറും, വേറെ ഒന്നും ചെയ്തില്ല. ഇത് നമുക്ക് വൈകിട്ടൊക്കെ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് അത് എപ്പോഴാണ് നിങ്ങളുടെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അങ്ങിടുക. കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫേസിൽ വരുന്ന, എൻ്റെ ഫേസൊക്കെ ഞാനതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫേസിലൊക്കെ നിറയെ കുരുക്കളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് വന്ന പാട് പോലും എനിക്കറിയാം. എൻ്റെ ഫേസിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. ഞാൻ ചെയ്തതാണ്. ഇടയ്ക്കും എപ്പോഴെങ്കിലുമൊക്കെ അത്, പക്ഷേ ഒരു മാസം ഞാൻ കണ്ടിന്യൂസ്, ഇത് നമ്മൾ ഏത് ചെയ്യണമെങ്കിലും കണ്ടിന്യൂസ് ചെയ്യണം കേട്ടോ. ഈ ഒരു മാസം കണ്ടിന്യൂസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ 2 സാധനം മാത്രമാണ്, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷേ റോസ് വാട്ടർ എടുക്കുമ്പോഴും നല്ല റോസ് വാട്ടർ എടുക്കുക, ലോക്കൽ സംഭവം അതൊക്കെ നോക്കി മേടിക്കുക. ഇത് അങ്ങാടിക്കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഫാർമസിയിലൊക്കെ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് നല്ല സാധനങ്ങൾ, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ച് നല്ല എഫക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബോക്സിനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ സൗന്ദര്യത്തിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. എപ്പോഴും ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കറക്റ്റ് ഇതുപോലെ ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ചേഞ്ച് എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ വരുമ്പോഴത്തേക്ക് പേടിക്കാതെ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ.